കേരളത്തിൽ ഈ സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനത്തിന് അവസരമൊരുക്കിയത് LDF സർക്കാരാണെന്ന VM സുധീരന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വ്യക്തമാക്കി. കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് സ്വകാര്യ കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയത്. സ്വന്തം സർക്കാരിനെതിരായ VM സുധീരന്റെ തന്നെ വിമർശനത്തെ ബാലൻസ് ചെയ്യാനാണ് ഇപ്പോൾ LDFനെ കുറ്റപ്പെടുത്തുന്നതെന്നും പിണറായി വിജയൻ വിമർശിച്ചു. സ്വകാര്യ മേഖലയ്ക്ക് ഖനനം നടത്താനുള്ള അധികാരം ആദ്യമായി നൽകിയത് കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് സർക്കാരാണെന്ന് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ഇതിനെ പിൻപറ്റി 2001-2006 കാലഘട്ടത്തിൽ കേരളം ഭരിച്ച AK ആന്റണി, ഉമ്മൻചാണ്ടി സർക്കാരുകളാണ് സംസ്ഥാനത്ത് കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാൻ അനുമതി നൽകിയത്. സുനാമി ദുരന്തത്തിന് ശേഷം ശക്തമായ ജനകീയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിട്ടും അവയെല്ലാം അവഗണിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയിലെ ഖനന തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് അന്ന് UDF സർക്കാർ ശ്രമിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. എന്നാൽ 2006-ൽ അധികാരത്തിൽ വന്ന LDF സർക്കാർ സ്വകാര്യ കരിമണൽ ഖനനത്തിനെതിരെ കർശന നിലപാട് സ്വീകരിച്ചു. അന്ന് കരിമണൽ കമ്പനികൾ നൽകിയ അപ്പീലിൽ കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരും ബന്ധപ്പെട്ട മൈനിംഗ് വകുപ്പ് മന്ത്രിയും കരിമണൽ ലോബിക്ക് അനുകൂലമായ നിലപാടാണ് കൈക്കൊണ്ടത്. പക്ഷേ LDF സർക്കാർ സ്വകാര്യ ഖനനത്തിന് വഴങ്ങിയില്ല. പിന്നാലെ കരിമണൽ കമ്പനികൾക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. 2011-ൽ UDF സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയപ്പോഴാണ് കമ്പനികൾ നൽകിയ ഈ കേസ് മനഃപൂർവ്വം തോറ്റുകൊടുത്തതെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. 2016 മുതൽ 2026 വരെയുള്ള 10 വർഷ കാലയളവിൽ സംസ്ഥാനത്ത് ഒരിടത്തു പോലും സ്വകാര്യ ഖനനത്തിന് LDF സർക്കാർ അനുമതി നൽകിയിട്ടില്ല. ആലപ്പുഴയിലെ ഖനനമടക്കമുള്ള വിഷയത്തിൽ UDF സർക്കാരുകൾക്കെതിരെ മുൻപ് സുധീരൻ തന്നെ മുന്നോട്ട് വന്നതുമാണ്. ഇപ്പോൾ ഇതേ വിഷയത്തിൽ സ്വന്തം മുന്നണി സർക്കാരിനെ വിമർശിച്ചതിനെ ബാലൻസ് ചെയ്യാനുള്ള ശ്രമമായിട്ടാവാം ചരിത്രവിരുദ്ധമായ പ്രസ്താവനകൾ VM സുധീരനിൽ നിന്നുണ്ടാകുന്നതെന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.